മേളം എന്താണെന്ന് നാട്ടുകാരൊന്ന് കേട്ടിട്ട് എന്നിട്ട് മതി. അതല്ല മുമ്പ് തന്നെ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടത്തിയത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. ഈ നാട്ടുകാർ മേളത്തിൽ എത്ര ഭാഗത്തുണ്ട് അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴത്തേക്കുണ്ട് അനുമതി അനുഗ്രഹം നൽകട്ടെ. അമ്പലത്തിലെത്തിയ അമ്പലത്തിലെ ഉച്ചക്കഞ്ഞിയുടെ തിരക്കാണ് ഈ കാണുന്നത്. അമ്മേശ്വര മനേക്കര മണ്ഡല ആഘോഷങ്ങളുടെ ഭാഗമായി സമാപനത്തിലെ തലേദിവസം മുന്നത്തെ വ്യാഴാഴ്ച ഭഗവതിയുടെ സംരക്ഷണത്തിൽ പഞ്ചാരി മേളം അവതരിപ്പിക്കാൻ ഈ നാട്ടുകാർ മുഴുവൻ മേളത്തെ സ്നേഹിച്ചുകൊണ്ട് വന്നതിൽ വലിയ സന്തോഷം. തലശ്ശേരി മനേക്കര മനയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലോത്സവ ചുറ്റുവിളക്കിനോടനുബന്ധിച്ച് പത്മശ്രീ പെരുവനം കുട്ടന്മാരാറും സംഘവും അവതരിപ്പിച്ച പഞ്ചാരി മേളത്തിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അമ്പലത്തിൽ എൻ്റെ വീട്ടിലെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് ഒരു പഞ്ചവാദ്യം നടക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന പെരുവന കുട്ടന്മാരാരുടെ പഞ്ചവാദ്യമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേക്ക്. വേഗം വിനേശിൽ ഹായ് പറ. എല്ലാവരും നമ്മളെ അമ്പലത്തിൻ്റെ ചുറ്റുവിളക്ക് നാളെയാണ്. അപ്പോൾ ഇന്ന് ഉത്സവത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചവാദ്യം. ഇത് നമ്മളെ അനിയൻ അദ്ദേഹം ഹായ് പറഞ്ഞു. അങ്ങനെ നമ്മളമ്പലത്തിലും തൃശ്ശൂർ പൂരത്തിൽ കൊട്ടുന്ന മേളത്തിൽ പ്രമുഖരായിട്ടുള്ള പെരുവനം കുട്ടന്മാരാർ അമ്പലത്തിൽ പഞ്ചവാദ്യം ചെയ്യുന്നു. നമ്മൾ അമ്പലത്തിൽ ഭയങ്കര ഇപ്പോൾ അവിടെ ദീപാരാധനയൊക്കെ നടയടച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. വരുന്നതാണ് പെരുവനം കുട്ടന്മാരാർ എന്ന് പറഞ്ഞ പ്രമുഖനായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിൽ മുമ്പിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ കാര്യമായി സംസാരിക്കാം. അദ്ദേഹത്തിനെ കുറിച്ച് അപഗ്രഥം നടത്തിയിട്ടില്ല, അദ്ദേഹത്തെക്കുറിച്ച് അറിവും ജ്ഞാനവും നേടിയിട്ടില്ല. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ മേളം ഭഗവതിയുടെ മുന്നേ സമർപ്പിക്കാനായി ക്ഷണിച്ച ബാബു നാരായണൻ നമ്പ്യാർ സ്വീകരിക്കുക, വേദിയിൽ വെച്ച് ആദരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, മേളം കഴിഞ്ഞിട്ട് മതി, മേളം എന്താണെന്ന് നാട്ടുകാരൊന്ന് കേട്ടിട്ട് എന്നിട്ട് മതി. അതല്ല മുമ്പ് തന്നെ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടത്തിയത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. ഈ നാട്ടുകാർ മേളത്തെ എത്ര സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേളം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലെ അധിഷ്ഠിതമല്ല, ഞങ്ങൾ കൂട്ടായ പരിശ്രമമാണ്. ഇന്ന് ഞങ്ങളൊരു 35 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് 300-ഓളം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. സാധാരണ ഒരു വലിയ മേളത്തിൽ 100-ഓളം കലാകാരന്മാരൊക്കെ പങ്കെടുത്ത് നിരവധി മേളങ്ങളുണ്ടാവാം. ഇവിടെ സ്ഥല പരിമിതി കാരണം കുറച്ച് പേരെ കൊണ്ടുവരാൻ ആണ് അദ്ദേഹം ക്ഷണിച്ചത്. ഇവിടുത്തെ സാഹചര്യത്തിനൊത്തുകൊണ്ട് നല്ലൊരു മേളം ഭഗവതിയുടെ
സമക്ഷത്തിൽ സമർപ്പിക്കാൻ ഞങ്ങൾ സന്തോഷത്തോടെ അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിന് അവസരം നൽകിയ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഈ വേദിയിൽ വെച്ച് കിട്ടിയ ആദരവ് ഞങ്ങൾക്ക് എല്ലാ കലാകാരന്മാർക്കും കൂടിയിട്ടുള്ളതാണ്. അത് മേളകലയ്ക്കുള്ള ആദരവാണ്. മേളകലയെ നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് മാധ്യമങ്ങൾ കൂടിയും മറ്റും കണ്ടും കേട്ടറിഞ്ഞ നിങ്ങൾ നേരിൽ കാണാൻ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴത്തേക്കുള്ള ഭഗവതി അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇപ്പം മേളം തുടങ്ങുകയാണ്. അപ്പം നമുക്ക് കാണാം. അമേസിംഗ്
മലയിക്കര മണ്ഡല ആഘോഷങ്ങളുടെ ഭാഗമായി സമാപനത്തിലെ തലേദിവസം മുന്നത്തെ വ്യാഴാഴ്ച ഭഗവതിയുടെ സമക്ഷത്തിൽ പഞ്ചാരി മേളം അവതരിപ്പിക്കാൻ ഈ നാട്ടുകാർ മുഴുവൻ മേളത്തെ സ്നേഹിച്ചുകൊണ്ട് വന്നതിൽ വലിയ സന്തോഷം. ഭഗവതിയുടെ കാലപ്പലി നാളെയാണ് 30 വെള്ളിയാഴ്ച. ഓരോ ഗ്രാമത്തിലും അതിൻ്റേതായ ഒരു പൈതൃകവും സംസ്കാരമുണ്ട്. നിങ്ങളുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞത് ഈ ഭഗവതിയുടെ അനുഗ്രഹമാണ്. എനിക്കിന്ന് അനുഗ്രഹം കിട്ടിയുള്ളൂ. എല്ലാവരും നന്മ വരട്ടെ. നമ്മുടെ ചുറ്റുവിളക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോ, അതായത് ഒരു വീഡിയോ തന്നെ രണ്ടാമത്തെ ദിവസമാണ് ഇത്. ഇന്നലെ നമ്മൾ കണ്ട് പെരുവനം കുട്ടന്മാരാരുടെ മേളം അത് ഇന്നലെ കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ ചുറ്റുവിളക്കിൻ്റെ കുറച്ച് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ വൈഫ് പെട്ടെന്ന് എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് ഇപ്പം വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉച്ചക്കഞ്ഞിയുണ്ട്. ഉച്ചക്കഞ്ഞി കഴിക്കാൻ പോവുകയാണ് ഞാനും എൻ്റെ മോളും. രാവിലെ അമ്പലത്തിൽ പോയി ഞങ്ങൾ വന്നു. എന്നിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ്. നല്ലൊരു ഹായ് പറഞ്ഞോളൂ. ആ ബസ്സിലും പിടിച്ച് നിൽക്കുകയാണ്. ഇനി ഒഴുകുന്നില്ല പുള്ളി. നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള പാർക്കിങ്. അമ്പലത്തിലെ ഉച്ചക്കഞ്ഞിയുടെ തിരക്കാണ് ഈ കാണുന്നത്. അമ്പലത്തിലെ ഉച്ചക്കഞ്ഞിയുടെ തിരക്കാണ് ഈ കാണുന്നത്. നോക്കേ, ഇവിടെ മുതലേ ലൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. കഞ്ഞി, പുഴുക്ക്, പുളിങ്കറി, അങ്ങനെ ഒരു തനിതായ പഴയ കാലത്തെ വിഭവങ്ങൾ അനുസരിക്കുന്ന ഒരു ഉച്ചക്കഞ്ഞിയാണ് ഇവിടെ കൊടുത്തത്. ഇതാണ് പ്ലാവില. ഇതിനെ കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാം. കാണിച്ചു തരാം. കണ്ടോ ഇത് പുഴുക്ക് വെക്കാനുള്ള വാഴയില ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ മോനായിട്ട്, ഇത് നമ്മളെ ബാബുവായിട്ട്. അളവ് കണ്ട വളരെ ചെറുതായിട്ട് കണ്ട. നമുക്ക് കലവറയിലൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് അടിപൊളി അച്ചാർ, നമ്മുടെ ഉച്ചക്കഞ്ഞിയുടെ സ്പെഷ്യലാണ്. അതിന് പുറമെ ഇതാണ് പുളിങ്കറി എന്ന് പറയുന്നത്, ചക്കയൊക്കെ ഇട്ടിട്ടുള്ള പുളിങ്കറി. ഇത് പുഴുക്ക്, ഇതാണ് കഞ്ഞി, ഇത് പായസം. ഇതാണ് നമ്മുടെ കലവറ. എന്താണ് നമ്മൾ ഈ ഉച്ചക്കഞ്ഞിയോടെ കൊടുക്കുന്നതിനുള്ള ഒരു ഐതിഹ്യം? അറിയുന്നില്ല. എന്നാ ശരി, നമ്മുടെ യുവതലമുറ അറിയാമോ ഉച്ചക്കഞ്ഞിനെ ഇതെന്താണ് ഇതിന്റെ ഐതിഹ്യം? രണ്ട് വാക്ക് പറയാം. ഇത് നമ്മൾ പ്രകാശത്ത് നമ്മൾ ഈ ഉച്ചക്കഞ്ഞിനെ കുറിച്ച് 2 വാക്ക് പറയാം. ഇതിന്റെ ഐതിഹ്യം പറയും. ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് അറിയെങ്കിൽ പറയാം. ഒച്ചത്തിൽ പറയാം. കൂടുതലായിട്ട് അതിനായിട്ട് വന്നതാണ് കഞ്ഞിക്കായിട്ട്. ഏതായാലും നമ്മൾ അമ്പലത്തിൽ ഉച്ചക്കഞ്ഞി ഒരു പഴയ കാല സമ്പ്രദായമാണ്. അത് ഇപ്പം കാത്തു സൂക്ഷിച്ചു കൊണ്ട് പോകുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഉച്ചക്കഞ്ഞി അടിപൊളി കഞ്ഞി, ഇത് ചക്കപ്പുഴുക്ക്, ഇത് സ്പെഷ്യൽ അച്ചാർ. ഇതാണ് നമ്മുടെ സ്പൂണ്. കണ്ടോ,
സ്പൂൺ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ കസിൻ, ഇന്നലെ കണ്ട കസിൻ. എങ്ങനെയുണ്ട് കുട്ടാ ഭക്ഷണം? അടിപൊളി. എത്ര കാലത്തിന് ശേഷം കഴിക്കുന്നത്? 5 വർഷത്തിന് ശേഷം കഴിക്കുന്നു. അപ്പോൾ എന്നാൽ ഞാൻ കഴിക്കട്ടെ. ഇനി വൈകുന്നേരത്തെ ചുറ്റുപാട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ചുറ്റുപാട്. ഓക്കെ ദിനേട്ടൻ ഒരു ഹായ്, അനീഷ് ഒരു ഹായ്. Violence!